നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു TEA5570 ഒരു PCB, ഇത് കമ്പോണൻ്റ് എല്ലാം പോയിട്ട് മൊത്തത്തിൽ സ്വിച്ചും കാര്യങ്ങളെല്ലാം PCB എല്ലാം പോയൊരു PCB ആണ്. പഴയ ഫിലിപ്സിൻ്റെ അടിപൊളി ഒരു PCB ആണ്. മീഡിയം വേവ് ഷോർട്ട് വേവ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുകയാണ്. അപ്പോൾ ഞാനിതൊരു സ്പെയർ തപ്പാൻ പോയപ്പോഴത്തേനും എനിക്കൊരു ആക്രി കടയിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് അവരിത് വലിച്ച് പൊളിച്ചെടുത്തപ്പോഴത്തേനും ഇതെല്ലാം ഡാമേജ് ആയിപ്പോയി. ഈ പ്ലാസ്റ്റിക്കും PCB ആയിട്ട് അവരിങ്ങനെ ഈ ആക്രിക്കടക്കാർ വേർതിരിക്കുന്ന സമയത്ത് പൊട്ടിപ്പോയതായിരിക്കണം. ആ ഇഫ്റ്റിയൊക്കെ പോയി. അത് നമുക്ക് കണ്ടുപിടിക്കാം വളരെ എളുപ്പത്തിൽ. അതുപോലെ തന്നെ അതിൻ്റെ ആ കേസിൻ്റെ ലെഗൊക്കെ അവിടെ ഒടിഞ്ഞിരിപ്പുണ്ട്. അവർ ഈ വലിച്ചിങ്ങനെ പറിക്കുന്നതുകൊണ്ട് മൊത്തം പോയി. ഒരു ലൂപ്പ് കോയിൽ അതിൻ്റെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷോർട്ട് വേവ് കണക്ട് ചെയ്യുമ്പം വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഈ PCBയുടെ പ്രിൻ്റ് ബ്രേക്കുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് നല്ലപോലെ ചെറുതായിട്ട് ആ പ്രിൻ്റൊക്കെ ഒന്ന് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇവിടെ എല്ലാം ഒടിഞ്ഞു പോയി, മൊത്തത്തിൽ ഡാമേജ് PCB. നല്ല PCB, ഇതുപോലത്തെ PCB കിട്ടുവാണെങ്കിൽ നിങ്ങളാരും കളയരുത്. എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാൻ നോക്കുക. നമുക്ക് ഈ പ്രിൻ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്, പ്ലസ് മൈനസും. അപ്പോൾ ഈ വേണ്ടാത്ത ഈ കാര്യം നമുക്ക് ഈ സ്ക്രൂവും സാധനങ്ങളും അഴിച്ചു മാറ്റാം. ഇതും വേണ്ട. അപ്പോൾ പിന്നെ നമുക്കിതൊന്ന് ചിരണ്ടിയിട്ട് നല്ലപോലെ ഈ ഒടിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ ഒന്ന് യോജിപ്പിച്ച് ഈ PCB എങ്ങനെ രക്ഷപ്പെടുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കോപ്പർ കമ്പി വെച്ചിട്ട് ഇങ്ങനെ സോൾഡർ ചെയ്യുവാണ്. നമ്മൾ ആ പ്രിൻ്റ് വഴി തന്നെ സോൾഡർ ചെയ്ത് നല്ല വൃത്തിയായിട്ട് അങ്ങ് പിടിപ്പിച്ചാൽ മതി. അടിപൊളിയായിട്ട് PCB ഇരിക്കുന്നില്ല, നീറ്റുന്നതും നമുക്ക് ക്ലിയറായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ ട്യൂണറിൻ്റെ ആ ഭാഗവും ഇതൊക്കെ RF സെക്ഷൻ ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളാണ്. നമുക്കിതുപോലത്തെ PCB കിട്ടുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നന്നാക്കി എടുക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. തന്നെയല്ല, ഇതുപോലുള്ള PCBകൾ ഇനിയും മുന്നോട്ട് നമുക്ക് കിട്ടാനുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കുന്ന നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് PCB ക്ലിയറായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ടേ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല ക്ലീൻ ആക്കാം. ഇത് നമുക്ക് ഈ IFT ആണോ അല്ലാക്കോലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. അത് ഈ സ്വിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് സ്വിച്ചിൻ്റെ കണക്ഷൻ, സ്വിച്ച് മുഴുവൻ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതങ്ങ് ഊരി മാറ്റാം. ഇങ്ങനെ കോയിൽ ഊരി മാറ്റിയിട്ടുണ്ട്, ഡാമേജ് കോയിൽ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാൻഡ് സ്വിച്ച് നല്ല ഡിസോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ അതും മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ, ഞാൻ ആ ബാൻഡ് സ്വിച്ച് ഉണ്ടോ, നമ്മൾ ഈ ബാൻഡ് സ്വിച്ചിൻ്റെ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ ഇതിനകത്ത് ഏത് കമ്പോണൻ്റാണ് പോയതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബാൻഡ് സ്വിച്ചിൽ 6 പിന്ന് ഒരു സൈഡിലും 6 പിന്ന് മറ്റേ സൈഡിലും ഉണ്ട്. അപ്പോൾ ഈ പിന്നിൻ്റെ ഇത് നമ്മുടെ ബാൻഡ് സ്വിച്ച്. ആ മിസ്സിങ് എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഞാൻ പറയുന്നത്. മീഡിയം വേവ് ഒരു സൈഡിൽ ഷോർട്ട് വേവ്. അപ്പം 2 പിന്നിൻ്റെ സെൻറ്ററിൽ വരുന്ന ഭാഗം കോമൺ ആയിരിക്കും. ആണോ ഇത് അത്. അപ്പം മീഡിയം വേവിലേക്ക് നമ്മൾ സ്വിച്ച് ഇടുമ്പം ഈ സെൻറ്റർ പിന്നും സൈഡ് പിന്നും ഇങ്ങനെ ഈ സ്വിച്ചുകൾ ഷോർട്ടാവും. അപ്പോൾ ഇതിനകത്ത് ആൻറ്റിന മീഡിയം വേവ് ആവും. അതിനകത്ത് ആൻറ്റിന കോയിൽ കണക്ഷൻ കാണും, ഓസിലേറ്റർ കോയിൽ കണക്ഷൻ കാണും. അങ്ങനെ അത് ഷോർട്ടാവും. ഇത് നമ്മൾ ഷോർട്ട് വേവിലോട്ട് ഇടുമ്പം നേരെ മീഡിയം വേവിൻ്റെ ഏത് ആൻറ്റിന കോയിലാണോ ഏത് കണക്ഷനാണോ വന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഷോർട്ട് വേവിൻ്റെ ആൻറ്റിന കോയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? മീഡിയം വേവിൻ്റെ ഓസിലേറ്റർ കോയിൽ എവിടെ വന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ഷോർട്ട് വേവിൻ്റെ ഓസിലേറ്റർ കോയിലും വരും. ഇതാണ് ഈ ബാൻഡ് സ്വിച്ചിൻ്റെ കണക്ഷൻ. ഇത് വളരെ സിമ്പിളാണ്. അപ്പം മീഡിയം വേവിൻ്റെ ആൻറ്റിന കോയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് വൈൻഡ് ചെയ്ത കോയിൽ അതവത്തിലുണ്ട് കണ്ടോ, അത് കോയിൽ. ആ കോയിലിൻ്റെ കണക്ഷൻ നോക്കി കഴിയുമ്പോൾ സെൻറ്റർ പോയിൻ്റ് അതെടുക്കുക. അത് കണ്ടോ, നേരെ വന്ന് നേരെ ജമ്പറ വഴി കയറി നേരെ നമ്മുടെ കോയിലിലോട്ട് പോകുന്നു. കാരണം സ്വിച്ചിൻ്റെ സെൻറ്ററിന് അപ്പുറത്തെ കണക്ഷൻ മീഡിയം വേവ് ആൻറ്റിന കോയിലാണ്. അപ്പോൾ ഇത് നമുക്ക് കണക്ഷൻ ഈ IFT കയറിയപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി അത് IFT ഷോർട്ട് വേവിൻ്റെ ആൻറ്റിന കോയിലാണ്. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ മീഡിയം വേവിൻ്റെ ആൻറ്റിന കോയിലല്ലേ. അപ്പോൾ സ്വിച്ച് തിരിച്ചിടുമ്പം ഈ ഭാഗത്ത് വരും. അപ്പം നമുക്ക്
ഇത് ഷോർട്ട് വേവിൻ്റെ ആൻറ്റിന കോയിലാണെന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പായി ഷോർട്ട് വേവ് ആൻറ്റിന കോയിൽ നമ്മുടെ ഡാമേജ് ആയ കമ്പോണൻറ്റ്. ഇനിയിപ്പം ഞാൻ ആ മീഡിയം വേവിൻ്റെ ഇതെല്ലാം അവിടെ നിന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ട് സ്വിച്ച്. ഇനി നമുക്കൊരു ഫെററ്റ് കോർ വേണം. കാരണം നമുക്ക് ഷോർട്ട് വേവിൻ്റെ ആൻറ്റിന കോയിൽ ഇപ്പോൾ ഇടണ്ട, മീഡിയം വേവ് വർക്ക് ചെയ്യുമോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഷോർട്ട് വേവ് റെഡിയാക്കിയാൽ മതി. ഞാൻ ഫെററ്റ് കോർ ഊരി എടുത്തിട്ടുണ്ടേ. ഓക്കെ, ഇതാണ് നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ. ഞാൻ 56 ഓം റെസിസ്റ്റർ ഇട്ടാണ് കൊടുക്കുന്നത്, കാരണം എൻ്റെ ബാറ്ററി ശകലം ആംബിയറുള്ള ബാറ്ററിയാണ്. ഞാൻ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് വയലോട്ടും നെഗറ്റീവ് വയലോട്ടും ഡയറക്റ്റ് കൊടുത്തു. ആ ഫിൽട്ടർ കപ്പാസിറ്റർ ഇതിൻ്റെ പിൻ നമ്പർ 9ഉം 10ഉം ആണ് പ്ലസ് സപ്ലൈ, ബാറ്ററി പോസിറ്റീവ്. ആ ഭാഗമൊക്കെ ഡാമേജ് ആയതുകൊണ്ട് ഞാൻ അവിടെ നമുക്ക് കണക്ഷൻ കൊടുക്കുന്ന പ്രിൻ്റ് എല്ലാം പോയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ICയുടെ പോയിന്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ, ഡിറ്റക്ടർ ഔട്ട്പുട്ട് സിഗ്നൽ വരുന്നത്. കാരണം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പോയിന്റിലേക്ക് കപ്പാസിറ്റർ ഇട്ട് പോകുന്ന ഭാഗം അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമുക്കൊരു ആംപ്ലിഫയർ വേണം. നമ്മുടെ എല്ലാ വീഡിയോയിലും ടെസ്റ്റ് ചെയ്യുന്ന ആംപ്ലിഫയർ എല്ലാം 386 വെച്ചിട്ടുണ്ടേ, സ്പീക്കറുടെ കണക്ഷൻ. ഓക്കെ, ആംപ്ലിഫയർ ഹം ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഓക്കെ. അപ്പം പൊളാരിറ്റി ഒന്ന് കറക്റ്റ് നോക്കുക, കാരണം ICക്ക് ഡയറക്റ്റ് ആയതുകൊണ്ടേ പൊളാരിറ്റി മാറിപ്പോയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവ് സപ്ലൈ കൊടുക്കാം. PCBക്കല്ല, പോസിറ്റീവ് സപ്ലൈ കൊടുത്ത് IFൻ്റേതായ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മുടെ RF ഓസിലേഷൻ ഇല്ല, കാരണം നമ്മൾ ആൻറ്റിന കോയിലെ പിടിക്കുമ്പം വേരിയേഷൻ വരും. അപ്പോൾ RF സിഗ്നൽ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ വരുന്നില്ല. IF സ്റ്റേജൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ നോയ്സ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കാം, എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമല്ലോ. ഇല്ല, നമ്മുടെ RF സെക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് എവിടെയോ ഇനിയുണ്ട്. അപ്പോൾ ചില കംപ്ലൈൻറ്റുകൾ നമ്മളിങ്ങനെ മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഞാൻ ഈ വീഡിയോയ്ക്ക് ഓഡിയോ രണ്ടാമത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഫോൾട്ട് ഫൈൻഡ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് ആ ഓഡിയോ ചെയ്യും. അപ്പം നമുക്കിതുപോലെ മിസ്സിങ് വരുന്നൊരു ഭാഗം അതുകൊണ്ടോ, അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി അതങ്ങ് പറഞ്ഞു. അവിടെ കണ്ടോ, ചെറിയ നൂല് പോലെ ഒരു പ്രിൻ്റ് ബ്രേക്ക് നേരെ നമ്മുടെ മീഡിയം വേവിൻ്റെ സ്വിച്ചിലോട്ട് പോകുന്ന കണക്ഷനാണ്. ഓക്കെ, ഓക്കെ. നമ്മളാ മിസ്സിങ് ആയ സോൾഡർ ചെയ്തിട്ടുണ്ട് ആ ഭാഗം. ഞാൻ കണക്ഷൻ കൊടുത്ത് ഓണാക്കി. ഇപ്പം നമ്മുടെ RF നല്ലപോലെ റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേഷൻ പിടിച്ചാൽ ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ RF എല്ലാം റിസീവ് ചെയ്യുന്നുണ്ട് അതുപോലെ. അപ്പോൾ നമ്മൾ മീഡിയം വേവ് ഓക്കെ ആയിട്ടുണ്ട്. മീഡിയം വേവ് സിഗ്നൽ നല്ലപോലെ റിസീവ് ചെയ്യുന്നു. राष्ट्रपिता महात्मा गांधी यांच्या 75 ഇനി ഞാൻ ആ ഷോർട്ട് വേവിൻ്റെ സ്വിച്ചെല്ലാം അവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഷോർട്ട് വേവ് വർക്ക് ചെയ്യാൻ നോക്കണം. ഞാൻ ഷോർട്ട് വേവിൻ്റെ കോയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നമ്മുടെ ഈ സ്വിച്ചിൻ്റെ ബോഡിയെ വഴി ഷോർട്ട് വേവിനൊരു സ്വിച്ചിങ് ഉണ്ട്, അത് ഞാനൊരു ജമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻ എല്ലാം ഷോർട്ട് വേവിൻ്റെ കൊടുത്തു. ഈ ഷോർട്ട് വേവ് ആയതുകൊണ്ട് നമുക്ക് ലൂപ്പ് കോയിൽ അത്യാവശ്യമാണ്, അപ്പോൾ ലൂപ്പ് കോയിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സപ്ലൈ ഒന്ന് കൊടുത്ത് ഷോർട്ട് വേവ് റിസീവ് ചെയ്യുന്നുണ്ടോ ഒന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, ഓക്കെ. സ്റ്റേഷനപ്പം നമ്മുടെ ഷോർട്ട് വേവും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മീഡിയം വേവ് ഷോർട്ട് വേവ് നന്നായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ഞാൻ ക്ലീൻ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ലപോലെ, കാരണം അകത്ത് ക്ലാവൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തുരുമ്പൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സ്വിച്ച് അങ്ങ് സോൾഡർ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ സോൾഡർ ചെയ്തിട്ട് നല്ലപോലെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കണേ. പിന്നെ അപ്പം നമ്മുടെ കണക്ഷൻ എല്ലാം ഇപ്പോൾ ക്ലിയറാണ്. എല്ലാ പ്രിൻ്റ് വരയ്ക്കും റെഡിയാക്കിയിട്ടുണ്ട്. ഓസ് കോയിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ
സ്വിച്ച് അഴിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഡാമേജ് ആയിരുന്നു PCB. ഫെററ്റ് കോർ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ റേഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സ്റ്റേഷൻ റിസീവ് ചെയ്യുന്നു. നല്ല ക്ലിയർ ആയിട്ട് മീഡിയം വേവ് ഷോർട്ട് വേവ് എല്ലാം റിസീവ് ചെയ്യുന്ന ഒരു PCB കേട്ടോ ഇത്. നല്ല പോപ്പുലറായിട്ടുള്ള മിക്ക സെറ്റുകളിലും ഡെക്ക് സെറ്റിൻ്റെയൊക്കെ മീഡിയം വേവ് ഷോർട്ട് വേവ് റേഡിയോ മിക്കവാറും തന്നെ TE5570. നമ്മുടെ ബാൻഡ് സ്വിച്ച് എല്ലാം കറക്റ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആംപ്ലിഫയർ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഈ ഫോൾട്ട് ഫൈൻഡ് ചെയ്യാം. ഇതിനകത്തൊക്കെ വളരെ കുറച്ച് നിസ്സാര കമ്പോണൻറ്റുകൾ പോകാറുള്ളൂ. ഇതുപോലുള്ള PCBകൾ കിട്ടിയാൽ കളയാതിരിക്കുക.